ഈപ്പുഴയും കടന്നിലാണെങ്കിൽ നമ്മുടെ വിനീത് അറസ്റ്റിലാവുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് നമ്മുടെ യമുനയെ വിശാലിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ വിനീത് വഹിക്കുന്നുണ്ട്. യമുന എന്ന തങ്ങളുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയ വിശാൽ എന്ന ക്രൂരനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന വിനീത് വിശാലിനിട്ട് 2 കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിശാൽ എന്ത് ചെയ്യുന്നു, ആ പക മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. യമുനയെ നല്ല രീതിയിൽ തന്നെ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ വിനീതും നിവിനും കാവേരിയും ഗംഗയും കൂടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവൻ്റെ വിശാലിൻ്റെ പദ്ധതിയൊന്നും അത്ര വിജയിക്കുന്നില്ലെങ്കിലും അവൻ്റെ കൂട്ടുകാരെ ഉപയോഗിച്ചുകൊണ്ട് വാർത്ത എല്ലായിടത്തും എത്തിക്കുന്നുണ്ട്. ഇതേസമയം യമുനയെ ഒരു വൃത്തികെട്ടവളായി കണ്ടു തുടങ്ങുന്നു എന്ന് വേണം കാണാൻ. ഒടുവിൽ കാറിൽ വിശാലിനെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് വിനീത് വരുന്നത്. വിനീതാണെങ്കിൽ വിശാലിനെ കൊണ്ട് യമുനയുടെ ആ ദേഹത്ത് പറ്റിയിരിക്കുന്ന ചെളി പോവാൻ വേണ്ടി സത്യം പറയിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ വിശാലിനെ തല്ലി നാട്ടുകാർക്ക് മുൻപിൽ യമുന നല്ലവളാണ്, പരിശുദ്ധയാണ്, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന് അറിയിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിശാൽ എല്ലാവരുടെയും മുൻപിൽ അപമാനിതനാവുകയും തല താഴ്ത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം വിശാൽ വിനീതിന് പണി കൊടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ തല്ലിയ വിനീതിനെ ഒന്ന് തിരിച്ച് തല്ലണം, അവനോട് പ്രതികാരം ചോദിക്കണമെന്ന ചിന്ത വിശാലിൻ്റെ മനസ്സിൽ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുന്നു. അതുകൊണ്ട് തന്നെ തന്നെ തല്ലി അവശനാക്കി എന്ന പേരിൽ വിനീതിനെതിരെ വിശാൽ കേസ് കൊടുക്കുമ്പോൾ നമ്മുടെ വിനീതിനെ തേടി പോലീസ് വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഒടുവിൽ പോലീസാണെങ്കിൽ വിനീതിനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിനീതാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മനസ്സിലാവൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വിനീതിനെയും കൊണ്ട് പോകുമ്പോൾ ആകെ സങ്കടാവസ്ഥയിലേക്ക് കുടുംബം മാറുന്നത് കാണാൻ സാധിക്കും. ഗംഗയ്ക്കും സങ്കടമാകുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ